ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പെരുന്നാൾ സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഹൈദരാബാദി മട്ടൻ ദം ബിരിയാണി എങ്ങനെ ആക്കുന്നതിനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിരിക്കും. അപ്പോൾ പെരുന്നാൾക്ക് നിങ്ങൾ മട്ടൻ ബിരിയാണി എല്ലാക്കറിങ്ങ് ഇതുപോലെ നിങ്ങൾ ആക്കി നോക്കൂ. നല്ല ടേസ്റ്റ് ആയിട്ട് ഈസി മെത്തേഡിൽ ഞങ്ങൾ ഇതാക്കി എടുക്കുക. അപ്പോൾ മട്ടനിലാക്കറിങ്ങും ബീഫിലാക്കറിങ്ങും ഇതേപോലെ ഞങ്ങൾ ആക്കി എടുക്കുക. അപ്പോൾ പെരുന്നാൾ സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് തന്നെ അത് നമുക്ക് അത് നോക്കൂ. ഇത് ഞങ്ങൾക്ക് മട്ടൻ എല്ലാക്കറിങ്ങ് ഇതുപോലെ ഞങ്ങൾ ആക്കി എടുക്കുക. അപ്പോൾ ഇത് ഞങ്ങൾക്ക് എങ്ങനെ ആക്കുക ഞങ്ങൾ നോക്കുക. അപ്പോൾ ಇದಕ್ಕೆ ಬೇನೆಟ್ ನಾನಿവിടെ 6 ಕಿಲೋ ನೀರುಳ್ಳಿ ನಾನಿവിടെ ಇದು ಕಟ್ಟಾಕಿ എടുത്തേ 1/2 kg നീരുള്ളി. അപ്പോൾ ഞാനിവിടെ മട്ടൺ എടുത്തേ 800 ഗ്രാം മട്ടൺ, അതായത് 1 kg ഇല്ല, 1 kgക്ക് തെല്ല് കുറവുണ്ടോ. അപ്പോൾ നിങ്ങൾ 1 kg ഇത് മട്ടൺ എല്ലാം എടുക്കರೆಂಗೋ ഈ ഒരു ഇത്ര നീരുള്ളി എല്ലാം മയോ ചൊമ്മ നീരുള്ളി ಬೇನುಂಟಿಲ್ಲ ഒരു 500-600 ഗ്രാം ഉൾഗത്തിൽ അത്ര എല്ലാം മയോ ഞങ്ങൾക്ക്. അപ്പോൾ നീരുള്ളി എല്ലാം നല്ല തിന്നായിട്ട് കട്ടാക്കി എടുക്കും. ഫസ്റ്റ് എല്ലാ നീരുള്ളി ഞങ്ങൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കും. നല്ല ഗോൾഡൻ കളറായിട്ട് ബണ്ടെടുത്തോളാം. കറിപ്പാട്ടണ്ട, നല്ല ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഗാർണിഷുകളെല്ലാം ഫ്രൈ എടുക്കലല്ലേ, ഫ്രൈ ആക്കിയിട്ട് അതുപോലെ എല്ലാ നീരുള്ളിയും ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിങ്ങായിട്ട്. അപ്പോൾ നീരുള്ളി ഇതാ കണ്ടല്ലേ, ഇതുപോലെ ഈ ഒരു കളറാകുമ്പോൾ ഞങ്ങൾ ഇത് എടുക്കുക. ചുമ കറിപ്പാട്ടണ്ട, പിന്നെ ഞങ്ങൾ എണ്ണയിൽ വെച്ചെങ്കിൽ പിന്നെ അവിടെ കറിയിടത്. ഈ ഒരു കളറാകുമ്പോൾ ഞങ്ങൾ ഇത് എടുത്തിങ്ങായിട്ട്. അപ്പോൾ ഇതേപോലെ ബാക്കി എല്ലാ നീരുള്ളിയും ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ കണ്ടല്ലേ, എല്ലാ നീരുള്ളിയും ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തരാം. അപ്പോൾ ഇതോടെ സൈഡിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇറച്ചി ഇതാണ് ഇവിടെ ക്ലീൻ ആക്കി വെച്ചരാം. അപ്പോൾ ക്ലീൻ ആക്കിയാൽ പിന്നെ ഞങ്ങൾ ഒരു അരപ്പയുടെ ഇടത്തിലിട്ട് വെച്ച് അങ്ങനത്തെ അത് തന്നെ എല്ലാം അറിഞ്ഞിട്ട് പോകണം. അതിൽ പിന്നെ ഞങ്ങൾ ഇതൊക്കെ മസാല ഇട്ട് വെച്ച് അങ്ങനത്തെ. അപ്പോൾ മട്ടൺ കണ്ടല്ലേ, ഇതുപോലെ ഇതിൽ വലിയ പീസാക്കിയിട്ട് കട്ടാക്കി ഇങ്ങനത്തെ. അപ്പോൾ ഇതിക്ക് ഞങ്ങൾ ഫസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ അത്ര ഇഞ്ചിയും വെല്ലുള്ളി പേസ്റ്റ് രണ്ടും കൂടി, അത് വെല്ലുള്ളി എടുത്തിങ്ങായിട്ട് ഇഞ്ചി തെല്ല് കുറുടക്കി അങ്ങനെ എടുത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അത് വലിയ സ്പൂണിലൊന്ന് ഫുള്ളായിട്ടും പിന്നെ ഒരു ഹാഫ് അത്രമയോ, അതിൽ പിന്നെ ഒരു 4-5 പച്ചമുളക്, പിന്നെ വലിയ സ്പൂണിൽ ഒരു സ്പൂൺ അത്ര കശ്മീരി മുളക് പൊടി, പിന്നെ അതുപോലെ തെല്ല് ഒരു 3/4 ടീസ്പൂൺ അത്ര മഞ്ഞളുടെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ അത്ര ജീരകത്തെ പൊടി, 1/2 ടീസ്പൂൺ കൊത്തമ്പരി പൊടി, അതേപോലെ ഒരു 1/2 ടീസ്പൂൺ അത്ര ഇത് ഷാജീരക ബണ്ടല്ലേ, ആ ഒരു ഷാജീരക. ഈ ഒരു ഹൈദരാബാദി ബിരിയാണി ആക്കുമ്പോൾ ഇപ്പോൾ ഈ ഷാജീരക ഇടണം. അപ്പോൾ അത് ഒന്നുണ്ടെങ്കിൽ അതിടൊരു അതൊരു 1/2 ടീസ്പൂൺ അത്ര. അതിൽ പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഫ്രൈ ആക്കിയ നീരുള്ളി ഉണ്ടല്ലേ, അതിൽ ഞങ്ങൾക്ക് തെല്ല് ഞങ്ങൾ ഗാർണിഷിക്ക് വെച്ചിട്ട് ബാക്കിയെല്ലാം ഞങ്ങൾ ഇതുപോലെ ಇದಕ್ಕೆ ഇങ്ങനെ പൊടിച്ചിട്ട് ഇടുമ്പോൾ ഒന്ന് പൊടിച്ച് കയ്യിലൊന്ന് പൊടിച്ചിട്ടിടും. അതിൽ പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊത്തമ്പരി ചുപ്പ് പുതിന അതെല്ലാം ഇട്ട് കൊടുക്കുക. അതിൽ പിന്നെ തൈര് വേണം. തൈര് ഈ ഒരു കയ്യിലുണ്ടല്ലേ, കയ്യിൽ 2 കയ്യിൽ ഫുള്ളായിട്ടും ഞാനിവിടെ ഇട്ട് കൊടുക്കുക. കപ്പിലിടുമ്പോൾ ഒരു 3/4 ടു 1 കപ്പിയുടെ ഉൾഗത്തിലെല്ലാം ഞങ്ങൾ ഇട്ടിങ്ങത്ത് ടേസ്റ്റ് വേണം. എത്ര ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ലിംബം പുളിഞ്ഞ് കൊടുക്കണം. പിന്നെ ഞങ്ങൾ ഇതിക്ക് ഇപ്പം നീരുള്ളി ഫ്രൈ ആക്കിയ ഓയിൽ ഉണ്ടല്ലേ, ഓയിൽ ഞങ്ങൾ ഇതുപോലെ ഒരു 1-1.25 കയ്യിൻ്റെ അത്ര ഞാനിവിടെ ഈ ഒരു കയ്യിൽ ഇത്ര ബീത്തി കൊടുക്കുക. ഓയിൽ കൊറോടി ആക്കണ്ട. ഓയിൽ കൊറോടി ആക്കിയെങ്കിൽ ഞങ്ങൾ ചോറുക്ക് വേറെ ഓയിൽ ബീത്തില്ലല്ലോ, അപ്പോൾ ചോറ് ഡ്രൈ ആവിടും. ചുമ ഓയിൽ കൊറോടി ആക്കിയെങ്കിൽ അപ്പോൾ ഓയിൽ നിങ്ങൾ ಇದಕ್ಕೆ ബീത്തി കൊടുക്കണം. അപ്പോൾ എല്ലാം നല്ല മിക്സ് ആക്കി എടുക്കണം. ചെന്ത എല്ലാം മിക്സ് ആക്കി എടുക്കുക. ഇതിപ്പോൾ നിങ്ങൾ ബീഫിലാക്കರೆಂಗും ഇതേപോലെ ആക്കി ഇങ്ങനത്തെ ഇങ്ങനെ. അപ്പോൾ ഇത് നല്ല മിക്സ് ആക്കി മസാല പറ്റിയിട്ട് 1 ಗಂಟೆ ನಾನು ಇದು ರೆಸ್ಟಿಗೆ ಬೇಕಿರ. ಅದ್ರಗಡೆ ಯಾರು ಬೇಕಿರಂಗೆ ಬೇಕಾ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ ಬೇಕಿರ 1 ಗಂಟೆ ಬೇಕணும், മിനിമം 1 ಗಂಟೆ ಬೇಕணும். അപ്പോൾ അത് റെഡിക്ക് ಇದಕ್ಕೆ വേണേ അറിയുന്നങ്ങ് എടുക്കണമെങ്കിൽ ഞാനിപ്പോൾ ഇതാ ഒരു 3.5 കപ്പ് ബസ്മതി അരി എടുത്തേ. ബസ്മതി അരി എല്ലാം എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി അരി നോക്കിയിട്ട് എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ 1 kg ഇത് മട്ടൻ്റെ എല്ലാം ആക്കರೆಂಗೆ ഒരു 4 കപ്പ് അരിയെല്ലാം എടുക്കണം. ഞാനിപ്പോൾ 3.5 കപ്പ് അരി എടുത്തേ. അത് ഫസ്റ്റ് ചന്ത കലക്കിയിട്ട് ഒരു 1/2 ಗಂಟೆ ഇത് ഞങ്ങൾ നനച്ച് വയ്ക്കണം. നല്ല കലക്കി എടുക്കണം. ഫസ്റ്റ് കലക്കി എടുത്തേ ഒരു 1/2 ಗಂಟೆ ഇവിടെ നനയിട്ട്. അപ്പോൾ മസാല നിങ്ങൾ ഇവിടെ പരട്ടി വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ഒരു 1 ಗಂಟೆ എല്ലാം ഇത്തോടെ 1 ಗಂಟೆ കലിഞ്ഞുകൊണ്ട് വന്നിട്ട് ഇത്ര മയോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് കുക്കറിൽ ഇട്ടിട്ട് ഞങ്ങൾ ഇതൊന്ന് വേപ്പാട്ടി എടുക്കണം. ഇനിയിപ്പോൾ കുക്കറിലല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ പാത്രത്തിൽ വെച്ച് വേപ്പാട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ കുക്കറിലെങ്കിൽ ഞങ്ങൾക്ക് ಬೇಗ ആവിടും. അപ്പോൾ തന്നെ എന്ത് ബീത്തണ്ട കാലി നിങ്ങൾ അങ്ങനെ ഞങ്ങൾ മസാല പരട്ടി വെച്ച് ആ മട്ടനെല്ലാം ഇട്ടിട്ട് കുക്കർ മൂടി വെച്ചിട്ട് 3 വിസിൽ മാത്രം എടുത്തെങ്കിൽ ഇതൊരു 1/2 വേവായിട്ട് കിട്ടും ഞങ്ങൾക്ക്. അപ്പോൾ ഒരു 3 വിസിൽ മാത്രം ഞാനിവിടെ ഇത് എടുക്കരുത്. അപ്പോൾ ഇതിവിടെ വേവട്ട് 3 വിസിൽ പോയിൽ പിന്നെ ഇത് ഓഫ് ആക്കിയത് ഞാൻ കണ്ടല്ലേ. ഞങ്ങൾ തണ്ണി എന്തും ബീത്തിട്ടില്ല. ഇനിയിപ്പോൾ ഞാനിത് പാത്രം ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കുറേ. ഞങ്ങൾ ഏതിൽ ഞങ്ങൾ ചോറാക്കിയിട്ട് ദമ്മിട്ട് ആ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിങ്ങത്ത്. അപ്പോൾ കണ്ടല്ലേ, ഇതിൽ ഫസ്റ്റ് ഞങ്ങൾ തെല്ല് ഗ്രേവി ഞങ്ങൾ തെല്ലെടുത്ത് കൊടുക്കും. ഞങ്ങൾ ബിരിയാണിൻ്റെ മേൽക്ക് ഇങ്ങനെ ബീത്തൊക്കെ വേനായിട്ട് തെല്ല് ഗ്രേവി എടുത്ത് വയ്ക്കുക. ബാക്കി ഞങ്ങൾ ഇവിടെ ചെറിയ തീയിലിക്കട്ട് ഇതിപ്പോൾ സമ വെന്തിട്ടില്ല, ഒരു 3/4 വേവായിട്ട് എടുത്തരമേ. അപ്പോൾ ഇത് ചെറിയ തീയിൽ അപ്പുറത്തെ സ്റ്റൗവിലിക്കറ് ഇക്കട്ട് ഞങ്ങൾ ചോറായിട്ട് പണ്ടെടുത്താലും ഞങ്ങൾ ചെറിയ തീയിൽ വെച്ചെങ്ങത്ത്. അപ്പോൾ ഇപ്പുറത്തെ സ്റ്റൗവിൽ തണ്ണി ഞാനിവിടെ ചൂടാവുക വെച്ചരാം. അപ്പോൾ ഇത് ഒരേ ടൈമിലാക്കിയും കയറ്റി ഇതിപ്പോൾ ഞങ്ങൾ ഇത് ഒരു സൈഡിലിരിക്കുമ്പോൾ ಇನ್ನೊರು ಸ್ಟೌಲ್ ನಂಗೆ ಚೋರು ಒಟ್ಟಿಗೆ ನಂಗೆ ಒರೇ ಸಮಯತ್ತಾಕ ಅದು ತಣ್ಣಿ ನೆಲ್ಲ ಚೂಡಾയിട്ട് ಬಂದ್ರೆ അപ്പോൾ ನಂಗೆ ಅದಕ್ಕೆ ಟೇಸ್ಟಿಗೆ ನಂಗೆ ചോറുക്ക് ಬೇನೆ ಹತ್ರ ಉಪ್ಪು ಇಟ್ಟು കൊടുക്കണം. ಅದರೊಟ್ಟಿಗೆ ഒരു 2 പീസ് ലിംബ ഇട്ട് കൊടുക്കുക. ലിംബ ഇങ്ങനെ പുലിഞ്ഞെങ്കോ അതെല്ലാം ഇങ്ങനെ പീസാക്കി ഇട്ടെങ്കോ പിന്നെ തെല്ല് കൊത്തമ്പരി ചുപ്പ് പുതിന ഗരം മസാല അതായത് ചെക്ക ലവങ്ക ഇലക്ക അതെല്ലാം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. പിന്നെ തെല്ല് ഷാജീരകം ഇട്ട് കൊടുത്തേ. അതിൽ പിന്നെ ഒരു 1.5 സ്പൂൺ അത്ര ഓയിലും ബേത്തി കൊടുത്തേ. ഉപ്പെല്ലാം കറക്റ്റാക്കി കൊടുക്കുക. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് തണ്ണി നല്ല പായച്ചിട്ട് വന്നില്ല ഇതുപോലെ നല്ല പായച്ചിട്ട് വന്നാൽ പിന്നെ ഞങ്ങൾ 5 വെച്ചാരി ഉണ്ടല്ലേ
അത് അരിപ്പിലിട്ട് വെച്ചിന് അത് ഇട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞങ്ങൾ ഇത് ചോറൊന്നും ആക്കിയെടുക്കണം. അപ്പോൾ ഞങ്ങൾ ബസ്മതി അരിയുടെ ചോറ് പോലെ ഞങ്ങൾ ഇങ്ങനെ ബേപ്പാട്ടി എടുക്കുമ്പോൾ തണ്ണി കുറടി ಬೇಕುತ್ತಿಲ್ಲ തണ്ണി തെല്ലി ആറ വേണം. വലിയ പാത്രത്തിൽ വെച്ച് ബേപ്പാട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചോറ് ബേപ്പാട്ടണം. പക്ഷെ ഞങ്ങൾക്ക് തീ ചെറിയെങ്കില ഞങ്ങൾക്ക് തീ കുറടിയെങ്കില ചോറ് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ചുമ ಬೇವು ತೀರಾ ഒരു 70% അല്ലെങ്കിൽ ഒരു 80% ಬೆಂದಂಗೆ ബാക്കി ഞങ്ങൾ ദമ്മുള്ളത് ಬೇവിടും. അപ്പോൾ ഇതാ ഇവിടെ വേഗമായിട്ട് പണ്ട് ചുമനാരല്ല വേഗമേ ಬೇവിടും. അപ്പോൾ ഇതൂടെ ചോറ് ആയിടൂടെ ഇത്രമേ മേയാവോ കണ്ടല്ലോ നിങ്ങൾ എങ്ങനെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മേയാവും. ഇനിയിപ്പോൾ ഞാനിത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുറேன். ഇട്ടിട്ട് ഞങ്ങൾ അപ്പമേ ഞങ്ങൾ ദം ഇടും. ഞങ്ങൾ ഇത് ഇപ്പം ഞാൻ സ്ട്രെയിനർക്ക് ഇട്ട് കൊടുക്കുறேன். അതിൽ പിന്നെ ചൂടോടുമേ ഞങ്ങൾ ദം ഇട്ടെങ്കിട്ട് പിന്നെ ഇതിക്കിട്ട ഇത് ലിംബെ പിന്നെ അതേപോലെ ഗരം മസാല അതെല്ലാം ഉണ്ടല്ലോ ചക്ക ലവങ്ക അതെല്ലാം എടുക്കണമെങ്കിൽ എടുക്കണം. അങ്ങനെ ഇപ്പോൾ ലിംബെ അതെല്ലാം എടുക്കണേ. അപ്പോൾ ദം ഇടുമ്പോഴത്തേക്ക് ചോറിലത് ഞങ്ങൾ ഉണ്ണുമ്പോഴെല്ലാം ഇങ്ങനെ ബായിക്കിട്ടല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് അതെല്ലാം എടുക്കണം. അപ്പോൾ മസാല കാണല്ലോ ഇവിടെ. അപ്പോൾ ഇതിപ്പോൾ തെല്ല് ഗ്രേവി തെല്ല് തിക്കായ പോലെ ഉണ്ടോ. ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു ചോറാക്കി തന്നെ ഉണ്ടല്ലേ അതൊരു ഈ ഒരു കയ്യിൽ എത്ര 1-1.25 കയ്യിൽ ಇದಕ್ಕೆ ನಂಗೆ ಬೇಟಿ ಹೊಡ್ಕೊಂಡು ಈ ಮಸಾಲೆ ಮೇಲ್ಗೆ ಅದ್ರ ಪಿನ್ನೆ ನಂಗೆ ಇಪ್ಪ ಚೋರು ಹಾಕಿ വെച്ചാൽ ಆ ಚೋರು ನಂಗೆ ಎಲ್ಲ ಇದರ ಮೇಲ್ಗೆ ಇಟ್ಟಂಗೈತೆ. ഇപ്പോൾ ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മട്ടണിൽ ചുമ ഗ്രേവി ഉണ്ടോ തണ്ണി കറി അതിൽ ലൂസായിട്ടെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു തണ്ണി വേണിട്ടില്ല ഇല്ല എനിക്ക് ഇതിപ്പോൾ തെല്ലാം തിക്കായിട്ടുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു 1-1.25 കയ്യിലത്തെ അത്ര ആ ചോറ് തന്നെ ಬೇಯ್ತಿಂಗಿತ್ತು. അപ്പോൾ ಇದ್ರ ಮೇಲೆ ತನಸಿದ പോലെ ಈ ಗರಂ ಮಸಾಲೆ ಇಟ್ಟದೆಲ್ಲ ಅದು ನಂಗೆ എടുക്കാം. ചോറെല്ലാം ഇട്ടിടೈತೆ. ഇനിയിപ്പോൾ ഞങ്ങൾ എടുത്ത് വെച്ച ആ ഒരു നീരുള്ളി ഉണ്ടല്ലേ ഫ്രൈ ആക്കിയ നീരുള്ളി അത് ഇതിರ ಮೇಲ್ಗೆ ഇട്ട് കൊടുക്കാം. അതേപോലെ അതിൽ കൊത്തമ്പരി സೊಪ್ಪು പുതിന പിന്നെ ഞങ്ങൾ സാഫ്രോൺ ഉണ്ടെങ്കിൽ അതിൽ പാലില്ല അതല്ലെങ്കിൽ ചൂട് തണ്ണിയിൽ കലക്കിയിട്ട് അത് വിത്രങ്ങ് അത് വിത്താൽ ഞാനിപ്പോൾ സാഫ്രോൺ കളർ ഇട്ട് കൊടുക്കുறேன். ഇനിയിപ്പോൾ അതും ഇല്ലെങ്കിൽ മഞ്ഞളുടെ തന്നെ ഞങ്ങൾ തെല്ല് പാലത്തിൽ മഞ്ഞൾ കലക്കിയിട്ട് അതും വിത്രങ്ങ് അങ്ങനെ ആവും. അതിൽ പിന്നെ തെല്ല് റോസ് വാട്ടർ വിത്ത് കൊടുക്കുறேன். റോസ് വാട്ടർ അതല്ലെങ്കിൽ കേവ്ര വാട്ടർ ഏതും ആവോ അതൊരു സ്പൂൺ അത്ര മേൽക്ക് വിത്ത് കൊടുക്കുക. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് എടുത്ത് വെച്ച ആ ഒരു ഗ്രേവി ഉണ്ടല്ലേ അതും ഇതിര മേൽക്ക് വിത്തിട്ട് നെയ്യും ഇട്ടിട്ട് ഞങ്ങൾ ഇത് മൂടി വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് മൂടി വെച്ചിട്ട് ദമ്മാക്കി എടുക്കണം. നെയ്യ് ഞങ്ങൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഞങ്ങൾ പേനായ പോലെ നെയ്യെല്ലാം ആറുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ അലുമിനിയം ഫോയിലിൽ ഫസ്റ്റ് ഒന്ന് കവറാക്കി കൊടുക്കുறேன். അതിൽ പിന്നെ മൂടി വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് മൂടി വെച്ചിട്ട് ഞങ്ങൾ ഇത് ദമ്മാക്കി എടുക്കണം. അപ്പോൾ ഞങ്ങൾ ദമ്മ് ബേക്കുമ്പോൾ ഫസ്റ്റേക്ക് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചെങ്കിട്ട് അതിൽ പിന്നെ ചെറിയ തീയിൽ വെക്കണം. ലോ ഫ്ലെയിമിൽ വെക്കണം. ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വെച്ചെങ്കിട്ട് അപ്പോൾ ടോട്ടലി 25 മിനിറ്റ്. ഫസ്റ്റ് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇത് ദമ്മാക്കി എടുക്കണം. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ആക്കറല്ലേ. ഓഫ് ആക്കിയാൽ പിന്നെ ഒരു 10-20 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് ഓപ്പൺ ആക്കിങ്ങിട്ട് 1/2 ಗಂಟೆ അതെല്ലാം കഴിഞ്ഞെങ്കിൽ നല്ലമേ ഒരു മിനിമം ഒരു 10-20 മിനിറ്റ് എല്ലാം വെയിറ്റ് ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഇത് ഓപ്പൺ ആക്കിങ്ങിട്ട് അപ്പോൾ ഇവിടെ കണ്ടല്ലേ നല്ല ദമ്മായിട്ടുണ്ടോ. ഇതിപ്പോൾ ടൈം ആയിട്ടൂടെ ഇപ്പോൾ ഞാൻ ഓഫ് ആക്കിയിട്ട് തെല്ല് നേരം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇത് ഓപ്പൺ ആക്കറേ. അപ്പോൾ 25 മിനിറ്റ് ഞങ്ങൾ ദമ്മാക്കിയിട്ട് ഓഫാക്കി വെച്ചിരുന്നു. ഓഫാക്കിയിട്ട് തെല്ല് നേരമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഓപ്പൺ ആക്കി നോക്കുക. അപ്പോൾ കണ്ടല്ലേ ചോറെല്ലാം നല്ല ദമ്മായിട്ട് വന്നിട്ട് കണ്ട് ചോറ് എങ്ങനെ ഉണ്ടോന്ന് കണ്ടല്ലേ എല്ലാം ഇങ്ങനെ ಬೇರೆ നിൽക്കണോ. മുദ്ദ ചോറ് വെന്തിട്ട് മുദ്ദ ആയെങ്കിൽ ഞങ്ങൾ അത്ര നല്ലാവില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇറച്ചിയെല്ലാം നല്ല കറക്റ്റായിട്ട് വെന്തിട്ട് കിട്ടുക. ഞങ്ങൾ ഇപ്പോൾ ഒരു 3/4 വേവായിട്ട് ഇരിക്കണല്ലേ. ഇപ്പം നിങ്ങൾ ഈ ഒരു ദമ്മിൽ വെക്കുമ്പോഴത്തേക്ക് ഒരു നല്ല കറക്റ്റായിട്ട് വെന്തിട്ട് കിട്ടുക കാട്ടുന്നതാണ്. നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് സെയിം മെത്തേഡിൽ ബീഫിലാക്കുറെങ്കിൽ ഇതേ സെയിം മെത്തേഡിൽ നിങ്ങൾ ആക്കിങ്ങിട്ട് ഇതിപ്പോൾ നിങ്ങൾ ചോറ് ಬೇರೆ മസാല ಬೇರೆ അങ്ങനെ വെക്കൊണ്ടില്ല. എല്ലാം ഒട്ടിಗೆ നല്ല മിക്സ് ആക്കി എടുത്തിങ്ങിട്ട് ചന്ത ഒന്ന് മിക്സ് ആക്കിയിട്ട് സ്ലോലി മിക്സ് ആക്കി ഇങ്ങിട്ട് അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയി. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഹൈദരാബാദി സ്റ്റൈല് മട്ടൺ ദം ബിരിയാണി ഇതാ റെഡി ആയി. കണ്ടല്ലേ ഈസി ആയിട്ടിരിക്കുന്നത്. ചുമ സ്വരം ഇല്ല നിങ്ങൾ നോക്കിയാറല്ലേ ചുമ സ്വരം എന്തില്ല. ഞങ്ങൾ കുക്കറിലെല്ലാം ആക്കുന്നത് കൊണ്ടിട്ട് ಬೇಗ ನಂಗೆ ആയിട്ട് കിട്ടുക. അപ്പോൾ ചോറ് കണ്ടില്ലെങ്കിൽ ഇതുപോലെ വേണം ചോറ് ഇറച്ചിയെല്ലാം കാട്ടുക. ഇറച്ചി ഞാൻ എടുത്തത് ഇത് ചുമ ഇങ്ങനെ ഇറച്ചിയുള്ള ടൈപ്പല്ല ചെന്ന മുള്ളുള്ള ഇറച്ചി ഇത് ഇതിൽ മുള്ളി ആറുള്ള ടൈപ്പ് ഇറച്ചി. അപ്പോൾ കറക്റ്റായിട്ട് നല്ല വെന്തിട്ട് വന്ന ഇറച്ചിയെല്ലാം നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ സൈഡായിട്ട് ഞങ്ങൾക്ക് തൈര് കച്ചമ്പറ അതല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തെങ്കിലും ആക്കി അങ്ങനെയൊക്കെ ഞാനിപ്പോൾ കച്ചമ്പറ ആക്കിയത് തൈരാക്കിയത് തൈരും കൂട്ടി തിന്നോക്കും നല്ല ടേസ്റ്റ് ആയിട്ട് നിങ്ങൾ ഹൈദരാബാദി റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടല്ലേ അതേ സെയിം ടേസ്റ്റിൽ ഞങ്ങൾ ഇതുപോലെ ഔത്തിലാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾ ആക്കി നോക്കുറോ ഇതുകെല്ലാം നിങ്ങൾ പെരുന്നാളുകെല്ലാം നിങ്ങൾ മട്ടൺ ബിരിയാണി എല്ലാം ആക്കുറെങ്കിൽ ഈ ഒരു ബിരിയാണി ആക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കൂ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരം പേർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കുറു കമൻറ്റ് ആക്കുറു. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കുറു. അറിയുന്നുണ്ട് ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.